ബഹിരാകാശത്തേക്ക് ഇന്ത്യയുടെ മികച്ച കുതിച്ചുചാട്ടം. ആക്സിയോം മിഷൻ 4ലെ ഇന്ത്യൻ പങ്കാളിത്തം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായം എഴുതാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ ബഹിരാകാശ യാത്രികനുമായ ശുഭാംശു ശുക്ല ആക്സിയോം മിഷൻ 4 ദൗത്യത്തിന്റെ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 2025 മെയ് മാസത്തിൽ ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ദൗത്യം വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ ദൗത്യം വിജയകരമായാൽ 1984-ൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ശുഭാംശു ശുക്ല ചരിത്രം രചിക്കും. എന്താണ് ആക്സിയോം മിഷൻ 4? ആക്സിയോം മിഷൻ 4 എന്നത് അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയോം സ്പേസ് നാസയുമായി സഹകരിച്ച് നടത്തുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ പങ്കെടുക്കുന്നുണ്ട്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് ഈ യാത്ര നടക്കുന്നത്. ദൗത്യം ഏകദേശം 14 ദിവസം നീണ്ടു നിൽക്കും. ഈ സമയത്ത് ബഹിരാകാശ യാത്രികർ ശാസ്ത്രീയ ഗവേഷണങ്ങളിലും പരീക്ഷണങ്ങളിലും ഏർപ്പെടും. ഈ ദൗത്യം നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രയാണ്. ആക്സിയോം മിഷൻ 1, ആക്സിയോം മിഷൻ 2, ആക്സിയോം മിഷൻ 3 എന്നിവയ്ക്ക് ശേഷം സ്വകാര്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ പ്രാധാന്യം സ്വകാര്യ ബഹിരാകാശ ദൗത്യങ്ങൾ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇത്തരം പ്രൈവറ്റ് സ്പേസ് മിഷനുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളെ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുമെന്നാണ് നാസയുടെ ISS പ്രോഗ്രാം മാനേജർ ഡാന വീഗൽ അഭിപ്രായപ്പെടുന്നത്. ആക്സിയോം മിഷന്റെ മുൻ ദൗത്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആക്സിയോം മിഷൻ 1 2022 ഏപ്രിലാണ് വിക്ഷേപിച്ചത്. ആദ്യത്തെ പൂർണ്ണ സ്വകാര്യ ബഹിരാകാശ ദൗത്യമായിരുന്നു ഇത്. 2023 മെയ് മാസത്തിൽ വിക്ഷേപിച്ചതാണ് ആക്സിയോം മിഷൻ 2. 8 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. ആക്സിയോം മിഷൻ 3 2024 ജനുവരിയിൽ വിക്ഷേപിച്ചു. 18 ദിവസം ISS ഡോക്ക് ചെയ്തു. ഈ ദൗത്യങ്ങൾ സ്വകാര്യ ബഹിരാകാശ യാത്രയുടെ സാധ്യതകളെ തെളിയിച്ചിട്ടുണ്ട്. ആക്സിയോം മിഷൻ 4 അതിന്റെ തുടർച്ചയാണ്. ഇനി ആരാണ് ശുഭാംശു ശുക്ല എന്ന് നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതീക്ഷ. 1985 ഒക്ടോബർ 10 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ചു. 2006 ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ പൈലറ്റായി ചേർന്നു. 2000-ലധികം മണിക്കൂറുകൾ പറക്കൽ പരിചയമുള്ള അദ്ദേഹം സുഖോയ് 30, MiG-21, MiG-29, ജാഗ്വാർ, ഹോക്ക് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുണ്ട്. 2019-ൽ ISROയുടെ ഗഗൻയാൻ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് അദ്ദേഹം. റഷ്യയിലെ ഗഗാരിൻ കോസ്മോനോട്ട് ട്രെയിനിംഗ് സെന്ററിൽ 2020-21 കാലഘട്ടത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ബംഗളൂരുവിലെ ISROയുടെ പരിശീലന കേന്ദ്രത്തിൽ തുടർ പരിശീലനം നേടി. 2024-ൽ അദ്ദേഹത്തെ ആക്സിയോം മിഷൻ 4ന്റെ പൈലറ്റായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ശുഭാംശു ശുക്ലയ്ക്ക് പുറമെ ഈ ദൗത്യത്തിൽ 3 അംഗങ്ങൾ കൂടിയുണ്ട്. അമേരിക്കയുടെ പെഗ്ഗി വിറ്റ്സൺ, മിഷൻ കമാൻഡർ, മുൻ നാസ ബഹിരാകാശ യാത്രികയും ആക്സിയോം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമാണ്. പോളണ്ടിന്റെ സാവോസ് ഉസ്നാൻസ്കി വിസ്നിയോവ്സ്കി, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോജക്ട് ബഹിരാകാശ യാത്രികൻ, മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഇനി ഹംഗറിയുടെ ടിബോർ കബു, മിഷൻ സ്പെഷ്യലിസ്റ്റ്. ഇനി അടുത്തത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളുമായുള്ള ബന്ധം നോക്കാം. ആക്സിയോം മിഷൻ 4 ISROയുടെ ഗഗൻയാൻ പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ്. 2025-ന് ശേഷം 3 ബഹിരാകാശ യാത്രികരെ 400 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ 3 ദിവസത്തേക്ക് അയക്കാനാണ് പദ്ധതി. ശുഭാംശു ശുക്ല ഈ പദ്ധതിയിലെ ഒരു പ്രധാന അംഗമാണ്. ആക്സിയോം മിഷൻ 4ലെ അനുഭവം ഗഗൻയാൻ ദൗത്യത്തിന് അടിത്തറയൊരുക്കും. ഈ ദൗത്യത്തിന്റെ ബാക്കപ്പ് പൈലറ്റായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആക്സിയോം മിഷൻ 4ന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് പരിശോധിക്കാം. മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയിൽ പരീക്ഷണങ്ങൾ നടത്തുക, പുതിയ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക, ബഹിരാകാശ യാത്രയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ശുഭാംശു ശുക്ല ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും പ്രതിനിധീകരിക്കുന്ന വസ്തുക്കൾ ISSലേക്ക് കൊണ്ടുപോകാനും യോഗ പോലുള്ള പരമ്പരാഗത രീതികൾ അവതരിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഈ ദൗത്യം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൽ ഒരു വഴിത്തിരിവാണ്. 40 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുന്നത് ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെ ലോകത്തിന് മുന്നിൽ തെളിയിക്കും. 2023-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഈ സഹകരണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യ-US ബഹിരാകാശ സഹകരണത്തിന്റെ ഭാഗമാണ്. ഈ ദൗത്യം ഇന്ത്യൻ യുവതലമുറയ്ക്ക് ബഹിരാകാശ പര്യവേക്ഷണത്തിൽ സ്വപ്നങ്ങൾ കാണാനും പ്രചോദനമാകും. ആക്സിയോം മിഷൻ 4 ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു സുവർണ താളാണ്. ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ
ഇന്ത്യ ബഹിരാകാശത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക് കുതിക്കുകയാണ്. ഈ ദൗത്യം ഇന്ത്യയുടെ ശാസ്ത്രീയവും സാങ്കേതികവുമായ കഴിവുകളെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഭാവി തലമുറയ്ക്ക് പ്രചോദനമാവുകയും ചെയ്യും. 2025 മെയ് മാസത്തിൽ ഈ ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷ്യം വഹിക്കും.